നമുക്ക് കേൾക്കാം പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് ഒരു വെബ് സീരീസ്, അതും ഒരു ഹോട്ട്സ്റ്റാർ പോലൊരു പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ പറ്റുന്നതിൽ വലിയ സന്തോഷമുണ്ട്. E4 Entertainments, മുകേഷ് സാറെ ചേട്ടനും ആദ്യ സിനിമ കുഞ്ഞിരാമായണം മുതൽ കൂടെയുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഗുരുവായൂരുള്ള നടയിൽ സിനിമ ഷൂട്ട് നടക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ പ്രവീണേട്ടൻ, ഞങ്ങൾ ഒരു സിനിമയ്ക്കായിരുന്നു ആദ്യം ഒരുമിക്കേണ്ടിയിരുന്നത്. ആ സിനിമ കുറച്ച് ഡിലേ ആയിപ്പോയി. അപ്പോഴാണ് ഈ വെബ് സീരീസ് നമുക്ക് ആ ഒരു നല്ല രീതിയിൽ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനകത്ത് അഭിനയിച്ച അല്ലെങ്കിൽ ടെക്നീഷ്യന്മാർ എല്ലാവരും ഒരു പൂർണ്ണ മനസ്സോടെ അവരെ മാക്സിമം ഇട്ടിട്ട് നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ അവരുടെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഹോട്ട്സ്റ്റാറിൻ്റെ സൈഡിൽ നിന്ന് ദിലീപ് സാറ്, ആനന്ദേട്ടൻ, പിന്നെ കുട്ടി സാറ്, എല്ലാവർക്കും അവരുടെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള സപ്പോർട്ടും വളരെ വലുതായിരുന്നു. ഇനി 5-ാം തീയതി തൊട്ട് എല്ലാ ഭാഷയിലും വരുന്നു ഈ സീരീസ്. എല്ലാവരും കാണും എന്ന് അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി. തീർച്ചയായിട്ടും താങ്ക് യു വെരി മച്ച്. ഇനി അടുത്തതായിട്ട് പേരിലൂർ പ്രീമിയർ ലീഗിന്റെ താരം വിമലിൽ നിന്ന് രണ്ട് വാക്ക് കേൾക്കാം. രണ്ട് വാക്കല്ല കേട്ടോ, പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ വെബ് സീരീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയ മീഡിയയ്ക്ക് എല്ലാവർക്കും താങ്ക്സ്. പറഞ്ഞതുപോലെ ഹോട്ട്സ്റ്റാറിൻ്റെ 3ാമത്തെ സീരീസാണ്. അപ്പം ഹോട്ട്സ്റ്റാറുമായിട്ടുള്ള ഒരു അസോസിയേഷൻ എന്ന് പറയുന്നത് ഞാൻ തമിഴിലൊരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ 2ാമത്തെ വെബ് സീരീസാണ്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ യൂഷ്വലി കാണുന്ന OTT പ്ലാറ്റ്ഫോംസുമായിട്ടൊക്കെ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, ഹോട്ട്സ്റ്റാർ എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ ഒരു ഏറ്റവും സ്ട്രീമിംഗ് കൂടുതലുള്ള പ്ലാറ്റ്ഫോംസാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളുടേതായിട്ടൊരു സീരീസ് വരിക എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ ഈ സീരീസിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളാണെങ്കിലും ഒരുപാട് പുതിയ ആൾക്കാരുണ്ട്. അപ്പം അവരൊരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതിന് ശേഷം എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവർക്കൊക്കെ താങ്ക്സ്. നമ്മുടെ ചെറിയ വെബ് സീരീസിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെല്ലാവരും നമ്മളോട് സഹായിച്ച് വർക്ക് ചെയ്തതെന്ന്. ഞാനിതിന് മുന്നേ പ്രവീൺ ചേട്ടനോട് വേറെ സിനിമ ചെയ്യാനിരുന്നതായിരുന്നു. ദീപ് ചേട്ടൻ്റെ കൂടെ എൻ്റെ ഇത് 3ാമത്തെ അസോസിയേഷനാണ്. അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ ഇതിന് മുന്നേ E4ൻ്റെ കൂടെയും എനിക്ക് തോന്നുന്നു എൻ്റെ ഫസ്റ്റ് പടം Love 24/7 പ്രൊഡ്യൂസ് ചെയ്തത് E4 ആണ്. അപ്പോൾ അങ്ങനെ 4th ലാസ്റ്റ് ഇയർ ഹിറ്റായിരുന്നു. അവരുടെ കൂടെയുള്ളൊരു ഫർദർ അസോസിയേഷനും ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. കാരണം നമ്മൾ ചെയ്യുന്ന വർക്കുകളൊക്കെ ആൾക്കാരിലേക്ക് റീച്ച് ആവുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അശോകേട്ടൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഈ ഒരു സീരീസിൽ ചെയ്തതെന്ന് അറിയാം. അപ്പോൾ പ്ലീസ് ഓൺ ടു യു. എല്ലാവർക്കും നമസ്കാരം. ഒരു നല്ല കഥാപാത്രം ചെയ്തതിൽ സന്തോഷമുണ്ട്. ഹോട്ട്സ്റ്റാറിൻ്റെ 2ാമത്തെ വെബ് സീരീസിലാണ് ഇപ്പോൾ ഞാൻ അഭിനയിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു നല്ല പ്രൊജക്റ്റായിരിക്കും. ഓഡിയൻസ് ഇത് വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം. എല്ലാം കൂടെ ചേർത്ത് തമാശകൾ കൂടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് കോർത്തിണക്കിയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതിൻ്റെ സംവിധായകനെയും പ്രവീണിനെയും നിർമ്മാതാക്കളെയും റൈറ്ററെയും ഒക്കെ വളരെ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ആക്ടേഴ്സും, ഈ ഇരിക്കുന്നവരെല്ലാവരെയും, മറ്റ് ഇവിടെ ഇരിക്കുന്ന പല ആർട്ടിസ്റ്റുകളുണ്ട്, അവരൊക്കെ എല്ലാവരുടെയും സഹകരണം. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള ഞങ്ങളുടെ അനുഭവമായിരുന്നു. ആ നാട്ടുകാർ, വയനാട്ടുകാർ വളരെയധികം ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചു. അത്രയധികം ദിവസം ഷൂട്ട് ചെയ്തപ്പോഴും അതിനകത്ത് ഒരാൾ പോലും ഈ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് മറ്റു എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അതെല്ലാം തന്നെ ഞങ്ങളുടെ വർക്കിനെ വളരെയധികം ഒരുപാട് ഗുണകരമായി അത് ഞങ്ങൾക്ക് അനുഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഭവിച്ചിരിക്കുകയാണ്. കുറച്ച് നാളായിട്ട് ഈ ഒരു സബ്ജക്റ്റ് കാണാൻ വേണ്ടി, അഭിനയിച്ച ഞങ്ങൾക്കൊക്കെ തന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എല്ലാ കഥാപാത്രങ്ങളും ജീവനുള്ള കഥാപാത്രങ്ങളാണ്. ഒപ്പം എൻ്റെയും എന്തെങ്കിലും വളരെ സന്തോഷം 5-ാം തീയതി റിലീസ് ചെയ്യുന്ന എല്ലാ ഭാവങ്ങളും ഞാൻ നേരുന്നു. വളരെയധികം സന്തോഷം. നന്ദി, നമസ്കാരം. നന്ദി അശോകേട്ടൻ. താങ്ക് യു വെരി വെരി മച്ച്. നമ്മുടെ ഈ ഒരു സീരീസിന്റെ നായകൻ ശ്രീ സണ്ണി ബെൻ, ഐ റിക്വസ്റ്റ് യു ടു കൈൻഡ്ലി ഷെയർ എ ഫ്യൂ വേർഡ്സ് വിത്ത് us, പ്ലീസ്. താങ്ക് യു സോ മച്ച്. ഇപ്പം ഞങ്ങൾ എല്ലാവരും പേരിലൂരിൻ്റെ ഫസ്റ്റ് ഒരു പ്രിയ
പ്രീമിയർ ഉണ്ടായിരുന്നു. ആ പ്രീമിയർ കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും കൂടി ഇരിക്കുന്നത്. ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു, പിന്നെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. കണ്ടതിന് ശേഷം ഇന്നിപ്പം 3 എപ്പിസോഡായിരുന്നു നമ്മൾ പ്രീമിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ടു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒരു നല്ല രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാവരും എൻജോയ് ചെയ്തൊരു കംപ്ലീറ്റ്ലി ഒരു ഫൺ ഫിൽഡ് ആയിട്ടുള്ളൊരു വെബ് സീരീസാണത്. നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് കുറച്ചൊരു ത്രില്ലർ മൂഡിലൊക്കെ ഉള്ള കുറച്ച് കാലം അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാലം വെബ് സീരീസുകളാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. മലയാളത്തിൽ നിന്ന് ഒരു കംപ്ലീറ്റ് ഒരു എൻ്റർടൈനർ, ഒരു ഫൺ എൻ്റർടൈനറാണ് യെല്ലോ പ്രീമിയർ ലീഗ്. അതിനകത്ത് അതിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എസ്പെഷ്യലി ഡിസ്നി ഹോട്ട്സ്റ്റാർ ആൻഡ് E4 എൻ്റർടൈൻമെൻറ്റുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ നമ്മുടെ സ്വന്തം ക്രൂ, എന്താ പറയുക, ഇതിലിരിക്കുന്ന എല്ലാ നേതാക്കളും, മുന്നിലിരിക്കുന്ന നേതാക്കളും എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്, പിന്നെ ആദ്യമായിട്ട് ഒരു വെബ് സീരീസിൻ്റെ ഭാഗമാകാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്. നമുക്കറിയാം, ഒരു ഭൂരിപക്ഷം ഏറ്റവും നല്ല സിനിമകളുടെയും സീരീസിൻ്റെയും ഭാഗമാണ് അജു ചേട്ടൻ. അപ്പോൾ അജു ചേട്ടാ, ഈ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ഹാപ്പി ന്യൂ ഇയർ. ഡിസ്നി ഹോട്ട്സ്റ്റാറിൻ്റെ സീരീസിലെ സെക്കൻഡ് അസോസിയേഷനാണ്. ആദ്യമേ തന്നെ എനിക്ക് ഇതിൽ ആദ്യം താങ്ക്സ് പറയേണ്ടത് അനന്തപത്മനാഭൻ ചേട്ടനോടാണ്. KCF ഷൂട്ട് എടുക്കുമ്പം ഈ കഥ എന്നോട് പറഞ്ഞപ്പം അതിലെനിക്കൊരു വേഷം തരാമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അത് നാച്ചുറലി പ്രവീൺ ചേട്ടനിലോട്ടും ദീപുവിലോട്ടും എത്തിച്ച് അവരത് അവരുടെ വലിയ മനസ്സ് ആ വേഷം തന്നത്. ദീപുമായിട്ടുള്ള രണ്ടാമത്തെ അസോസിയേഷൻ കട്ട് ഫീസ് കൂട്ടതിന് ശേഷം എനിക്ക് സൈക്കോ ബാലേന്ദ്രൻ തന്നു. പിന്നെ സണ്ണിച്ചൻ, അശോകേട്ടുണ്ടെങ്കിൽ എല്ലാവരും E4 ഇതിനു മുന്നേ സഹകരിച്ച നല്ല ഓർമ്മകൾ ഇവിടെയും ഞാൻ കൂടെ കൂട്ടുന്നു. പ്രേക്ഷകർക്ക് നല്ലൊരു വിരുന്നായിരിക്കും തീർച്ചയായിട്ടും. ഹോട്ട്സ്റ്റാറും ഡിസ്നി ഹോട്ട്സ്റ്റാറിൻ്റെ ഈ ഒരു സപ്പോർട്ട്, ഇങ്ങനത്തെ ഒരു ഫൺ, എന്താ പറയുക, നമുക്കൊരു ദീപുവിൻ്റെ തിരക്കഥകൾ അല്ലെങ്കിൽ വ്ളോഗുകൾ വായിച്ചിട്ടുള്ളവരറിയാം ദീപുവിൻ്റെ ഒരു ലോകം, ആ ലോകം തീർച്ചയായിട്ടും ഇതിലുണ്ടാവും. വൺസ് അഗെയിൻ താങ്ക് യു ഡിസ്നി ഹോട്ട്സ്റ്റാർ, അനിതേട്ടൻ, ദിലീപ് സാർ, കുട്ടി സാർ, E4 ആൻഡ് ദി ഹോൾ ക്രൂ ഇൻക്ലൂഡിങ് ഇപ്പം ക്യാമറാമാൻ നമ്മുടെ അനൂപ്, അദ്ദേഹത്തിൻ്റെ വിഷ്വൽസ് തീർച്ചയായിട്ടും പഴയൊരു സത്യൻ സാറിൻ്റെയും അല്ലെങ്കിൽ അൽജു സാറിൻ്റെയൊക്കെ സിനിമകൾ കാണുന്നൊരു ഫീലിലോട്ട് നമ്മൾ ഈ സിനിമ കൊണ്ടുപോയി. അപ്പോൾ തീർച്ചയായിട്ടും കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിനും കണ്ണിനും നല്ലൊരു പ്ലസൻറ്റ് വാച്ച് ആയിരിക്കും. ജനുവരി 5 റിലീസ് ചെയ്യാണ്. കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.